സോ ഹലോ ഗൈസ് വാട്സാപ്പ്, ഞാൻ നിങ്ങളുടെ സ്വന്തം മഞ്ജൂസ് ഗെയിമിംഗ്. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന മൈൻക്രാഫ്റ്റാണ്. ബട്ട് നമ്മളിപ്പോൾ ഉള്ളത് ലെസ് പ്ലേയിലാണ്. എപ്പിസോഡ് ഈസ് 11ാമത്തെ എപ്പിസോഡാണ് ഗൈസ്. ഏതെങ്കിലും കൂട്ടുകാരന്മാരെ ചാനൽ സബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക ആൻഡ് ഷെയറും ചെയ്യാട്ടോ ഗൈസ്. സോ ഗൈസ്, നമ്മളങ്ങനെ 10ാമത്തെ എപ്പിസോഡിൽ നമ്മളൊരു ട്രേഡിംഗ് ഹാൾ ഉണ്ടാക്കിയായിരുന്നു. ട്രേഡിംഗ് ഹാൾ ഉണ്ടാക്കിയതിന് ശേഷം നമ്മൾ അത് ട്രേഡ് ചെയ്യാൻ നമ്മൾ തുടങ്ങിയായിരുന്നു ഗൈസ്. ഞാൻ അത്യാവശ്യം തുടങ്ങിയിട്ടുണ്ട്. എൻ്റെ കയ്യിൽ ഏകദേശം 5-6 സ്റ്റാക്ക് എമറാൾഡ് ആയി കഴിഞ്ഞു ഗൈസ്. നല്ലോണം കഷ്ടപ്പെട്ടിട്ടോ 5-6 സ്റ്റാക്ക് ആയി കഴിഞ്ഞു. എൻ്റെ കയ്യിലിരിക്കുന്നുണ്ട് ഗൈസ്. ഇതുണ്ടോ 2 3 5 6 7 8 9 10 11 11.5 സ്റ്റാക്ക് ഉണ്ട് ഗൈസ്. ഓക്കെ, അപ്പോൾ നമ്മൾ ചെയ്തതും കൂടെ കാണിച്ചു തരാം. ഞാൻ ബുക്ക് സെൽഫിൻ്റെ ആൾക്കാരെ ചെയ്തിട്ടില്ല, അവർ ഇച്ചിരി കൂടെ ചെയ്യാണ്ട്. എനിക്ക് മെൻറ്റിങ് കിട്ടാണ്ട് അങ്ങനെ കുറേ സാധനങ്ങൾ കിട്ടാണ്ട് ഗൈസ്. അതൊന്നും ഞാൻ എടുത്തിട്ടില്ല. ഞാൻ കാണിച്ചു തരാം ഗൈസ്. നമുക്കിപ്പോൾ ഉള്ളത് പൊതുവേ ഉള്ളത് ഇത്ര പേരാണ്. നമുക്കിനി ഈ റെയിലൊക്കെ കൊണ്ടുപോകണം. നമ്മുടെ ആൾക്കാരൊക്കെ നമ്മൾ ഫുൾ വെച്ച് കഴിഞ്ഞു ഗൈസ്. ബെഡ് പിടിച്ചെടുത്ത എൻ്റെ ബെഡ് അത് എൻ്റെ ഇവിടെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവൻ നമുക്ക് കിട്ടുന്നത് ഇവനങ്ങനെ പ്രത്യേകിച്ചൊന്നും കിട്ടുന്നില്ല. നമുക്ക് ആകെ ഉപകാരമുള്ളത് ഇതാണ്ടായില്ല. നമ്മുടെ ഇവനെ മാത്രമേ ആകെ ഉപകാരമുള്ളൂ ഇതിനകത്ത്, എനിക്ക് ഉപകാരമുള്ളൂ. പിന്നെ ഒരു ലൈബ്രറിയൻ, ഇവൻ്റെ കയ്യിൽ നിന്ന് നമുക്ക് കുറേ സാധനങ്ങൾ കിട്ടും ഗൈസ്. കണ്ടോ വേറെ ഒന്നും കൂടെ ഉണ്ടായിരുന്നല്ലോ. ഇവനല്ല തോന്നുന്നു ഗൈസ്. പിന്നെ ഗൈസ് ഇവൻ നമുക്ക് അയൺ 6 ആക്കിയോ എടാ ദുഷ്ട. ഇവൻ നമുക്ക് പിക്കാക്സ്, ഡയമണ്ട് പിക്കാക്സ് ആൻഡ് ആക്സ് തരുന്നുണ്ട് ഗൈസ്. ഓക്കെ, അപ്പോൾ ഇവൻ നമുക്ക് ആക്സും പിക്കാക്സും വാങ്ങണം നമുക്ക്. ഇവനും അതേപോലെ തരുന്നുണ്ട്. 4 എമറാൾഡിന് തരുന്നുണ്ട്. പിന്നെ ഷൗല് തരുന്നുണ്ട്, പിക്കാക്സ് തരുന്നുണ്ട് ഇവൻ. പിന്നെ ഇവൻ തരുന്നത് ലെഗിൻസും ഹെൽമെറ്റുമാണ്. പിന്നെ ഇവൻ തരുന്നത് ബൂട്ടും ഹെൽമെറ്റുമാണ്. ഇവൻ തരുന്നത് ആക്സ് ആൻഡ് സോഡാണ്. നമ്മളങ്ങനെ എല്ലാം ചെയ്ത് വെച്ചിട്ടുണ്ട് ടോയ്സ്. എല്ലാവരും OP ആക്കിയിട്ടില്ല കേട്ടോ. ഇവൻ തരുന്നത് സോഡ് ആൻഡ് ആക്സ്. 2 പേര് സോഡ് ആൻഡ് ആക്സ് ഉണ്ട് അല്ലേ? 2 പേര് സോഡ് ആൻഡ് ആക്സ് ഉണ്ട് കേട്ടോ പൈസ. അപ്പോൾ ഒരാളെ നമുക്ക് അങ്ങ് തീർത്തേക്കാം. 2 സോഡ് ആൻഡ് ആക്സ് വേണ്ടാത്തതുകൊണ്ട് ഒരാളെ നമ്മൾ തീർത്തിട്ടുണ്ട് ടോയ്സ്. നമുക്ക് തുറന്നിട്ടേക്കാം. ഇതിനകത്ത് ആൾക്കാരെ കയറ്റാൻ വേണ്ടി നമുക്ക് തുറന്നിട്ടേക്കാം ടോയ്സ്. വേറെ ഒരാളെ കയറ്റാം. പിന്നെ ഇവൻ നമുക്കൊരു ചൂണ്ട വരുന്നുണ്ട്. ചൂണ്ട നമുക്ക് വാങ്ങണം. ഹാൻഡ് ബ്രേക്കിങ്. ഇവൻ പിന്നെ പ്രത്യേകിച്ച് വലിയ പോട്ട് വരുന്നുണ്ട്. ഇത് വേറെ പണിക്കാരനാണല്ലോ. ഇവൻ എപ്പോഴാണ് ജോബ് മാറിയേ? വെരി ഗുഡ്, ഇവൻ ജോബ് മാറി എടുത്തിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഇവനെ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇവൻ ഇതെടുത്തേ, ഇവൻ അതെടുത്ത് നമുക്ക് ലൈബ്രറിയൻ ആക്കാം ടൈസ്. വേറെ ലൈബ്രറിയൻ ഒപ്പിക്കാം. അവൻ ലൈബ്രറിയൻ ആവില്ല ഇനി. പിന്നെ ഇവൻ നമുക്ക് റീഡാ പ്രൊജക്റ്റ്. ഇവരൊക്കെ ഭയങ്കര ലോക്കൽ സാധനമായിട്ട് എഴുതുന്നത്. ഇവരൊക്കെ മിക്കവാറും ഞാൻ തല്ലിക്കൊല്ലും. ഷാർപ്പനൻസ് 5 ഉണ്ട് ഗൈസ്, കുഴപ്പമില്ല. വേണ്ട, ഇതൊന്നും എനിക്ക് വേണ്ട. ചിലത് വൻ ലോക്കൽ സാധനമായിട്ട് പൈസ ഇവർ തരും നമുക്ക്. ലോക്കൽ സാധനങ്ങളൊക്കെ തരുന്നുണ്ട്. പിന്നെ ചെസ്റ്റ് പ്ലേറ്റ് ആയില്ലാന്ന് തോന്നുന്നു. ചെസ്റ്റ് പ്ലേറ്റ് മിക്കവാറും ചെയ്യേണ്ടി വരുമായിരിക്കും. എങ്ങാനും കീപ്പർ കയറി വന്നാലോ. ഇവനെ നമ്മൾ ചുമ്മാ ആക്കിയാ കേട്ടോ. സ്റ്റിക്ക് അങ്ങനത്തെ ലോക്കൽ സാധനങ്ങൾ വരുമ്പോൾ കൊടുത്ത് ഒഴിവാക്കാൻ വേണ്ടി. പിന്നെ ഇവൻ്റെ കയ്യിൽ നിന്ന് നമുക്ക് ബോ കിട്ടും ടേസ്. പിന്നെ ആരോഗ്യം കിട്ടും. ഇതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇവനെ വെച്ചത്. പിന്നെ നെക്സ്റ്റ് ലൈബ്രറിയൻ. ഇവനൊന്നും വലിയ ഗുണമായിട്ടുള്ള സാധനങ്ങളൊന്നും തരുന്നില്ല. സ്മിറ്റ് 5 അങ്ങനെയുണ്ടല്ലേ? അതെ, സ്മിറ്റ് 5. ഇതൊന്നും വേണ്ട ടേസ്. ലോക്കൽ സാധനമൊക്കെ ഇവന്മാരായിരുന്നു. ഇവന്മാരെയൊക്കെ തല്ലിക്കൊല്ലേണ്ട വരും ഞാൻ. ഇവന്മാരെ ഞാൻ കാണിച്ചില്ലല്ലോ. സോറി ഗൈസ്. ഇവനൊക്കെ നമുക്ക് നല്ല OP സാധനങ്ങളായിട്ട് വരുന്നത്. ഇവന്മാരൊക്കെ ഞാൻ അങ്ങനെയായിട്ട് സെറ്റ് ചെയ്തതാണ്. ഇതുണ്ടോ വീറ്റ് കൊടുക്കാനുണ്ട്. ഇതുണ്ടോ നമുക്ക് ക്യാരറ്റ് കിട്ടും. 3 എമറാൾഡിന് 3 ക്യാരറ്റ് കിട്ടും. പിന്നെ ഇവനെ ഞാൻ എന്തിനാണ് വെച്ചതെന്ന് വെച്ചാൽ ഇവനെ ചുമ്മാ വെച്ചതാണ്. അത് ഒരെണ്ണം ഇരിക്കുന്നതുകൊണ്ട് ഞാൻ കയ്യിലിരിക്കുന്നതുകൊണ്ട് വെച്ചാണ്. ഇവനെ റെസ്റ്റോൺ കിട്ടും. എൻ്റെ കയ്യിൽ നിന്ന് റെസ്റ്റോൺ കിട്ടും. പിന്നെ നമുക്ക് വേണ്ടാത്ത സാധനമായ റോട്ടൺ ഫ്രഷ് കൊടുത്താൽ മതി. ഇവനെ നമ്മൾ OP ഒന്നും ആക്കിയിട്ടില്ല ടൈസ്. ഉണ്ടോ ചെറുതായിട്ടല്ല ഇങ്ങനെ ചെയ്തിട്ടുള്ളൂ. കുറേ നേരം കഷ്ടപ്പെട്ടു ടൈസ്. പിന്നെ ഇവൻ പൊട്ടറ്റോ കാരണം കേട്ടോ. പൊട്ടറ്റോ ഇവനെ മാസ്റ്റർ ആക്കിയിട്ട് വലിയ ഗുണമൊന്നും ഉണ്ടായിരുന്നില്ല ടൈസ്. എനിക്ക് വലിയ ഗുണമില്ല, സോറി. മൾട്ടി ഷോട്ട് അറിഞ്ഞൂടാ. ഫയർ പൊട്ടേഷൻ 3 ഉണ്ടോ? 4 കിട്ടിയിരുന്നു, കൊള്ളായിരുന്നില്ലേ? ഇവനും ക്ലാസ് തരും ടോയ്സ്. ഒരാളുടെ 4 ക്ലാസ്. ഇവൻ അതാണ്ട് ചെസ്റ്റ് പ്ലേറ്റ്. ഞാൻ വിചാരിച്ച ചെസ്റ്റ് പ്ലേറ്റ് നമ്മൾ വാങ്ങിയായിരുന്നു. ഡയമണ്ടിൻ്റെ ചെസ്റ്റ് പ്ലേറ്റ് ആക്കി വെച്ചായിരുന്നു. പിന്നെ അതാണ്ട് ഇവൻ്റെ നമുക്ക് ലാൻഡേൺ കിട്ടും. അപ്പോൾ ലാൻഡേൺ ഈ കഷ്ടപ്പെടണ്ട. പിന്നെ ഇവൻ
പിന്നെ നമുക്ക് കോഴി കൊടുക്കട്ടെ, കോഴിയും പന്നിയൊക്കെ കൊടുക്കാം. പിന്നെ വലിയ ഗുണമൊന്നുമില്ല. അങ്ങനെ എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ കൊടുക്കാൻ വേണ്ടി എടുത്ത് വെച്ചാൽ ഇവൻ ആപ്പിൾ ഒരു ട്രീസ് ആപ്പിളിന് വേണ്ടിയൊക്കെയാണ്. ഇവനും ഗോൾഡൻ ക്യാരറ്റ് ആയിരുന്നു. 2 ടീംസ് ഗോൾഡൻ ക്യാരറ്റ് വരുന്നുണ്ട്. ഇതെന്താ ആരും ഇല്ലാത്തതുകൊണ്ട് വെച്ച് തന്നെയാണോ? അത് അറിയാണ്ട് വെച്ചാന്ന് തോന്നുന്നു ഗൈസ്. ഇവൻ ബീറ്റ്റൂട്ട്, പിന്നെ എന്താ ലാസ്റ്റ് ഫൈനൽ തരുന്നത് എനിക്കറിയില്ല, ഞാൻ നോക്കിയിട്ടില്ല ഗൈസ്. ഇവനും വലിയ പ്രത്യേകിച്ച് നമുക്ക് വേണ്ട സാധനങ്ങളൊന്നും ഇല്ല. ഇതെന്ത് ബ്ലോക്ക് ആയിരുന്നു വായിക്കാൻ? ഓ ബ്ലോക്ക് വലിയ ഗുണമൊന്നുമില്ല. ഗുണമില്ല മീൻസ് കുഴപ്പമില്ല ഗൈസ്. പിന്നെ നമുക്ക് ഇനി കുറേ പരിപാടി ഉണ്ട് ഗൈസ്. നമുക്ക് എനിക്കിതൊന്നും പോരാ, ഞാനിത് നീട്ടാൻ പോവാം ഗൈസ്. അപ്പോൾ എന്താ വെച്ചാൽ അൺബ്രേക്കിംഗ് കിട്ടിയിട്ട് നമുക്ക് ഫോർച്യൂണർ കിട്ടിയിട്ടില്ല, പോർച്ച് 4 കിട്ടിയിട്ടില്ല. പിന്നെന്തുവാ എടാ ആമേൻ്റെ കുഞ്ഞോ? അയ്യോ എന്ത് ഷോ കുഞ്ഞോ ബ്രോ, എൻ്റെ ഞാൻ ആമേൻ്റെ കുഞ്ഞിനെ ആദ്യമായിട്ടാണ് ഗൈസ് വന്ന് മുമ്പോ. നമുക്ക് പിന്നെന്താ വരുന്നത്? സ്മൂത്ത് ബ്ലോക്ക് ഐസ്. എടാ ഷെല്ല് വരുന്നുണ്ടാ. ഷെല്ല് നമുക്ക് ആവശ്യം വരുമോ? ഇപ്പം ആവശ്യമൊന്നുമില്ല, വേണ്ട. പിന്നെ നമുക്ക് അയൺ കുറേ ആയിട്ടുണ്ട് ടേസ്. ഞാൻ അയൺ കാണിച്ചു തരാം ടേസ്. ചത്ത് ഇനവും പകലും വന്നാലും. ഞാനൊക്കെ സോങ്ങൊക്കെ പാടി ബമ്പ സെറ്റപ്പാണ് ടേസ്. ഞാൻ ഫുള്ള് സെറ്റപ്പാണ്. ഓയ് അയ്യൻ കണ്ട നിങ്ങൾ ഞെട്ടും ഗൈസ്. ഇതുകൊണ്ടോ ഞാൻ AFK നിന്നതാണ്, ഇത്ര ആയിട്ടുണ്ട്. ഞാൻ മറ്റേ അവന്മാരെയൊക്കെ ആക്കാൻ വേണ്ടിയിട്ട് AFK നിന്നോ ടൈസ്. ഇവിടെ ഞാൻ നട്ടില്ല ഗൈസ്. ഇത് ഞാൻ മറന്നുപോയി ടൈസ്, നടന്ന് മറന്നുപോയി. ഇതായത് കുറേ വീട്ടിലിരിപ്പുണ്ട് ടൈസ്, അത് നട്ടോളാം ഞാൻ പിന്നെ ഓഫ് ക്യാമറയിൽ. നമുക്ക് ഇനി എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഇവർ എൻ്റർപ്ലൈകൾ വരും, അതേപോലെ ഈ വില്ലേജസ് എൻ്റർപ്ലൈകൾ വരും. അപ്പോൾ അത് നമുക്ക് സെറ്റ് ചെയ്യണം. പിന്നെ ഇനി നമുക്ക് നെതറിൽ പോകണം ടൈസ്. നെതറിലൊക്കെ പോയി കുറച്ച് പരിപാടിയൊക്കെ ചെയ്യണം. എന്നിട്ട് ഇത് നമുക്ക് ഫില്ല് ചെയ്യണം ഗൈസ്. ഇവനെ ഉടനെ ഞാൻ വരൂടാ. പിന്നെ എനിക്ക് ആകെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ ട്രീ ഫാം ഉണ്ടാക്കണം ഗൈസ്. എനിക്ക് വൻ ലാഗാവുന്ന ഗൈസ്. വീണ്ടും ഇതിനകത്തായോ ആൾക്കാർ? ഇതിനകത്ത് വീണ്ടും ഒരു സ്റ്റാക്കുള്ള ആൾക്കാരായി, ഓരോ കെട്ട് കണക്കിനായി. പിന്നെ ഗൈസ് വേറെന്തോന്നും കൂടെ കാണിക്കാനായിരുന്നു ഞാൻ ഇന്നത്തെ വീഡിയോ എടുത്തത്. ഞാൻ അവരെ കാണിക്കാനും നമുക്ക് പറഞ്ഞപ്പോൾ ഓർത്ത് നമുക്ക് ഇന്ന് ഫുള്ളങ്ങ് ഇതാക്കാം ഗൈസ്. ഡയമണ്ട് ടൂൾസും എല്ലാം ഡയമണ്ട് ആക്കട്ടെ ഗൈസ്. നമുക്ക് പൈസ അങ്ങ് എറിയാം, നമ്മുടെ പൈസ മൊത്തം എടുക്കട്ടെ, പൈസ അങ്ങ് എറിയാം. ഹെയ് 10 മിനിറ്റ് പോയത് അറിഞ്ഞില്ല എൻ്റെ മോനെ. നമ്മളങ്ങനെ ഡയമണ്ട് ആവാൻ പോവാണ്. 3 2 ഇപ്പോഴെന്തിനാ 3 2 പറയുന്നത് പിന്നെയാക്കാം. ഹൊയ് ഗൈസ്, ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഗ്രൈൻഡിങ് ഇല്ലാണ്ട് എങ്ങനെ ഡയമണ്ട് ഉണ്ടാക്കാം, ഡയമണ്ട് ആർമേഴ്സൊക്കെ. പക്ഷേ ഒരു പ്രോബ്ലം ഉണ്ട്, ഗ്രൈൻഡിങ് ഇതിനകത്ത് തന്നെ ഒരിച്ചിരി ഗ്രൈൻഡിങ് ഉണ്ട് ഗൈസ്. അതാണ് ഒന്നാമത്തെ ഗ്രൈൻഡിങ്. ഇതിനകത്ത് തന്നെ അത്യാവശ്യം വലിയൊരു ഗ്രൈൻഡിങ് തന്നെ ഉണ്ട്. ഇവനല്ലേ ഇവിടെ ഇവൻ നമുക്ക് തരൂലല്ലേ? ഇവന് കൊടുക്കാൻ പറ്റിയപ്പോൾ എന്താ ഉള്ളത്? അവിടെ ആക്സ് വാങ്ങിയിട്ടുണ്ട്, പിന്നെ ആക്സ് വാങ്ങിയിട്ടുണ്ട്, ഹോ വാങ്ങിയിട്ടുണ്ട്, ഷൗല് വാങ്ങിയിട്ടുണ്ട്. ഇവനും പിക്കേസ് വാങ്ങാൻ പറ്റില്ല, പിക്കേസ് പിന്നെ വാങ്ങാം. ഷൗല് വാങ്ങി, ഇവന് ലെഗിൻസ് വാങ്ങി, പിന്നെ വാങ്ങാം. ഇവന്മാരെ ഞാൻ OP ആക്കിയിട്ടില്ല ടൈസ്. OP ആക്കാനുള്ള സാധനം എൻ്റെ കയ്യിലില്ല, തീർന്ന്. ബൂട്ട്, ഹെൽമറ്റ്, ഓക്കെ 3 ആയിട്ടുണ്ട്. ഇനി ഇവനെടുക്കുക. ഇവിടുന്ന് നമ്മളെടുക്കാത്തത് സോഡാണ്, സോഡും ലോക്കാണ്. ഇനി നമുക്ക് വേണ്ടത് അടുത്ത ആളാണ്, നമ്മുടെ ആളെന്ത് ചെയ്യാത്ത ഇവൻ്റെ ഇന്നാണ് ചെസ്റ്റ് പ്ലേറ്റ് വാങ്ങാനും നമ്മുടെ കയ്യിൽ. ഇവനെ വലുതാക്കണമെങ്കിൽ അയൺ കൊടുത്താ ഗൈസ്. ഇന്നത്തെ വീഡിയോ വെച്ച് എന്താണ് ഇവിടെ അവസാനിപ്പിക്കുക ഗൈസ്. നമ്മൾ അയണൊക്കെ കഴിഞ്ഞെടുത്തോണ്ട് വന്ന് എനിക്ക് മടിയായി ഗൈസ്. നമ്മൾ ഫുൾ ആർമർ ആവണം ഗൈസ് നമുക്ക്. ഏതാ മോനെ, നമ്മളിപ്പോൾ തന്നെ ഒരു ചെറിയ സെറ്റപ്പ് ആയിട്ടുണ്ട്. ഇനി കുറച്ചും കൂടെ ഇവനെ ഇപ്പോൾ എടുത്ത് വെച്ചേക്കാം ഗൈസ്. നമുക്ക് ഫുൾ ആർമർ ആയി കഴിഞ്ഞിട്ട് സെറ്റ് ചെയ്യാം. നമുക്കിത് ഫുള്ള് ഗോൾഡ് ഡയമണ്ട് ആക്കണം. ഡയമണ്ട് ആക്കിയിട്ട് കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട് ടേസ്. അപ്പോൾ അതൊക്കെ നെക്സ്റ്റ് എപ്പിസോഡ് ഞാൻ നെക്സ്റ്റ് എപ്പിസോഡിലല്ല, നമ്മൾ കുറച്ച് കഴിയുമ്പോൾ ചെയ്യുന്നതായിരിക്കും ടേസ്. നമ്മൾ നെക്സ്റ്റ് എപ്പിസോഡ് ചെയ്യുന്നത് എന്താ വെച്ചാൽ ട്രീ ഫാം ഉണ്ടാക്കണം. പിന്നെ നമുക്കൊരു ഹൗസ് ഉണ്ടാക്കണം ടേസ്. നമ്മൾ ഇതുവരെ ഹൗസ് ഉണ്ടാക്കിയിട്ടില്ല. ഹൗസ് ഉണ്ടാക്കിയിട്ട് ഇനി ബാക്കി എന്ത് പരിപാടിയുള്ളൂ ടേസ്. ഹൗസ് ഉണ്ടാക്കുമ്പോഴും നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ നല്ലോണം ആയിക്കോളൂ ടേസ്. നമുക്ക് ഫുഡ് കാര്യമില്ല. അപ്പോൾ ഫുഡുണ്ട് ടേസ്. ഫുഡുണ്ട് ടേസ്. ഫുഡ് നല്ലോണമുണ്ട്. ഫുഡ് നല്ലോണമുണ്ട് ടേസ്. ഇന്നത്തെ എപ്പിസോഡ് ഞാൻ എന്തിനാ എടുത്തതെന്ന് വെച്ചാൽ ചുമ്മാ ഒരു രസം, അത്രേ ഉള്ളൂ ഗൈസ്. നമ്മളപ്പോൾ ഫുള്ളായിട്ടില്ല, എന്നാലും
പകുതിയോളം നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ടേസ്. അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇനിയും നമ്മൾ ഫുൾ പവറാക്കാം. ഇവിടെ 2 സാധനം വരാണ്ട് ഗൈസ്. നമ്മുടെ പൈസ എല്ലാം കയ്യിൽ നിന്ന് ഇവിടെ വെച്ചേക്കാം ഗൈസ്, അല്ലെങ്കിൽ ആരെയും കട്ടുകൊണ്ട് പോകും. ഞാൻ എന്തെങ്കിലും കാരണത്താൽ ഞാൻ എവിടെയെങ്കിലും വീണ് കഴിഞ്ഞാൽ എൻ്റെ പൈസ എല്ലാം പൂച്ചു പോകും. പൈസ പോയി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഭ്രാന്ത് കയറും, കഷ്ടപ്പെട്ടതെല്ലാം പോകും. അപ്പോൾ ഗൈസ് നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് നെക്സ്റ്റ് എപ്പിസോഡിൽ പറയാം. ബൈ. നെക്സ്റ്റ് എപ്പിസോഡ് നമ്മൾ ട്രീ ഫാം ഉണ്ടാക്കണം. അതിൻ്റെ അപ്പുറത്തെ എപ്പിസോഡിൽ നമുക്കൊരു ഹൗസ് ഉണ്ടാക്കണം ഗൈസ്. നമ്മളിനി ഇപ്പോൾ ഇത്ര കാലം പുറത്ത് കടന്നു കുടിഞ്ഞോ, ഇത്ര കാലം പുറത്ത് കടന്നു. ഇനി നമുക്ക് പുറത്തൊന്നും കിടക്കാൻ പറ്റില്ല. അടുത്ത നൈറ്റ് ഈശ്വര പുറത്തൊന്നും കിടക്കാൻ പറ്റില്ല. അപ്പോൾ എല്ലാവർക്കും ബൈ ഗൈസ്. അപ്പോൾ നെക്സ്റ്റ് എപ്പിസോഡ് കാണാൻ ബൈ ഗുഡ് ബൈ. ഇന്നത്തെ വീഡിയോ ഒന്നും ഒരു എന്തെന്നാണ് ഞാൻ കാട്ടിക്കൂട്ടുന്നത്. ബൈ ഡേ.